മുഅ്തസിലത്ത് തകർന്നത് അങ്ങനെയാണ്. പുത്തൻവാദികളെ ചരിത്രം അങ്ങനെയാണ്. ആ ഖവാരിജിന്റെ നേരെ കോപ്പിയാണ് ഇന്നത്തെ മുജാഹിദുകളെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇസ്തിഗാസ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന് വാദിക്കുന്ന ഈ പുത്തൻവാദികൾ അലി ഇബ്നു അബീ താലിബ് മുശ്രിക്കാണെന്ന് വാദിച്ച അതേ ഖവാരിജിന്റെ കോപ്പിയാണെന്ന് അതാവരും വലിയ ജുമാഅത്ത് പള്ളിയിലുള്ള കിതാബിലില്ലേ, സാബീലില്ലേ. പേരോട് വെറുതെ പറയുകയല്ല മുസ്ലിമീങ്ങളെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഖവാരിജുകൾ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ, സഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം ഈ പുത്തൻവാദികളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. അവരുടെ എന്താണ് അവരുടെ സ്വഭാവം? മൗലവിന്റെ നാവിന് വല്ലാത്ത മൂർച്ച കാണലില്ലേ ചിലപ്പോ, പക്ഷേ പിന്നെ വന്നിട്ട് അങ്ങ് വീണ് തകരലല്ലേ. നമ്മുടെ കരയുദ്ധം ഒന്ന് നടന്നാൽ 10 മാസത്തേക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവൂല. എന്നാൽ ആ മൗലവിന്റെ നീണ്ട നാവുണ്ടല്ലോ, ശുദ്ധ നുണ പറയുന്ന നാവ്, ആ നാവിനെ കുറിച്ചതാ അതും ഈ ഖവാരിജികൾക്കുണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കൂ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഖൗമുൻ അശിദ്ദാഉ അഹിദ്ദാഉ ദൽഖത്തുൻ അൽസിനതുഹുൽ ഖുർആൻ. മൂർച്ചയുള്ള നാവായിരുന്നു ആ പുത്തൻവാദികൾക്ക്, വല്ലാത്ത വാക്കായിരുന്നു ആ പുത്തൻവാദികൾക്ക്. അവരുടെ നാവിലെപ്പോഴും ഖുർആൻ ഖുർആൻ എന്ന വാക്കായിരുന്നു. ഖുർആൻ മുറുകെ പിടിക്കണേ, ഖുർആൻ മുറുകെ പിടിക്കണേ എന്ന് പറയലായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതേ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എടുത്തുദ്ധരിച്ചത് കാണാം. എന്നിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയോ? യഖ്തുലൂന അഹ്ലൽ ഇസ്ലാമി വിഗ്രഹാരാധകന്മാർക്കെതിരെ അവർക്ക് വിമർശനമില്ല. അതേ സമയത്ത് അവരെ വിമർശനം മുസ്ലിമീങ്ങൾക്കെതിരെയാണ്. മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണെന്ന് പറയും. ഇതും അന്നത്തെ ഖവാരിജിന്റെ പരിപാടിയാണെന്ന് ഫത്ഹുൽ ബാരി മറിച്ചു നോക്കൂ, 307-ാമത്തെ പേജ്. അതേ സഹോദരന്മാരെ, അത് തന്നെയല്ലേ ഇവിടുത്തെ മുജാഹിദും. ഇനി അതിന്റെ തെളിവ് കേട്ടോ. എന്തേ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം, ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം. നമ്മളോ സുന്നികളൊക്കെ മുശ്രിക്ക് വെച്ചുകൊടുത്തവനെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ചോദിക്കട്ടെ മൗലവിമാരെ, ദൈവമേ രക്ഷിക്കണേ എന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ലേ? അബൂലഹബ് പറഞ്ഞിട്ടില്ലേ? അവൻ മുസ്ലിമാണോ? കടലിൽ കുടുങ്ങിയ സമയത്ത് ദൈവമേ രക്ഷിക്കണേ എന്ന് അവർ പറഞ്ഞിട്ടില്ലേ? പക്ഷേ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അള്ളാഹ്ന്ന് പേരവർ പറഞ്ഞിരുന്നു. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞതേ പേരോട് പറഞ്ഞിട്ടുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരാൾ മുസ്ലിമാകുമോ? അത് അബൂജഹൽ പറഞ്ഞിട്ടില്ലേ? യഥാർത്ഥ മുസ്ലിമായി എന്നല്ലേ പറഞ്ഞത്? ഇവിടെ 3 കാര്യം എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അമുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കൽ ഇവർക്കൊരു പദ്ധതിയാണ്. കാരണം ഒരു ബാലേട്ടന് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. നമ്മള് ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ, സെലഫി ഒരു ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ സെലഫി ഇഷ്ടപ്പെടുവോ? അതുപോലെ തന്നെ ബാലേട്ടൻ മുസ്ലിമാണെന്ന് ബാലേട്ടൻ ഇഷ്ടപ്പെടുവോ? അപ്പൊ ബാലേട്ടനെ ഒന്ന് പ്രകോപിപ്പിക്കൽ ഇവരെ ലക്ഷ്യമാണ്. തീവ്രവാദികളാണല്ലോ സംഗതി, പ്രകോപിപ്പിക്കൽ ലക്ഷ്യമാണല്ലോ. എന്തിനാണ് ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണെന്ന് പറഞ്ഞത്? അത് ആ മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളെ പ്രകോപിപ്പിക്കലല്ലേ? ഒന്ന്. രണ്ടാമതായി മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥ മുസ്ലിമാണ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്നല്ലേ പറഞ്ഞത്? അള്ളാന്റെ റസൂലിനെയല്ലേ ചോദ്യം ചെയ്തത്? മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് നബിയേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ മറുപടി തന്നെ അതേ, അന്തശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ്.
ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാ മുസ്ലിമാകൂന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? സലഫി വാ വാ വാ, നാദാപുരത്തേക്ക് വാ, എന്റെ കരയുദ്ധത്തിൽ നിങ്ങളെ ഞാൻ തകർത്തടിച്ചു തരാം, വാ. ഓ മൗലവി, എവിടെയാണിത് പറഞ്ഞത്? ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാ മുസ്ലിമാകുമെന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ, സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ, സനദ് എവിടെ? മൗലവി പറയുന്ന കേട്ടോ നിങ്ങൾ. ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നാളെ മുതൽ മുജാഹിദിനെ കണ്ടാൽ നിങ്ങൾ ചോദിക്കണം, റിപ്പോർട്ട് എവിടെ, സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ, സനദ് എവിടെ? ബാലേട്ടൻ ഒന്ന് പറഞ്ഞു പോയി, എന്താ പറഞ്ഞു? ദൈവമേ രക്ഷിക്കണേ. അങ്ങനെ പറഞ്ഞാൽ മുസ്ലിമാകുമെന്നതിന് സനദ് എവിടെ, റിപ്പോർട്ട് എവിടെ? സലഫിയെ കൊണ്ടുവരുന്ന മുജാഹിദേ, ഒരൽപ്പമെങ്ങാനും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, ഇസ്ലാമിൽ നിന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കാതുകോർത്ത് കേട്ടോ. മൗലവി പറയുന്ന കേട്ടോ നിങ്ങൾ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തവരെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഏത് ഉസ്താദാ പറഞ്ഞത് അല്ലല്ലാത്തവരെ ആരാധിക്കാം? ഏത് ഉസ്താദാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, കള്ളം മാത്രം പറയുന്ന മൗലവിമാര്. അല്ലല്ലാത്തവരെ ആരാധിക്കാൻ ഉസ്താദ് പറഞ്ഞു എന്ന് പ്രസംഗിച്ചാലുള്ള അപകടം നിങ്ങൾക്കറിയോ? നാളെ യഹൂദി വരും. യഹൂദി വന്നിട്ട് പറയും, നിങ്ങളെ ഉസ്താദുമാരൊക്കെ പറയുന്നത് അല്ലല്ലാത്തവരെ ആരാധിക്കാന്നല്ലേ, പിന്നെ അബൂജഹലിന് എന്താ കുഴപ്പം? ഇത് സമുദായത്തോട് ചോദിക്കാനുള്ള വകുപ്പുണ്ടാക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നു, ഇത് ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട കമ്പനിയാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. ഇത് നാവുമ്മൽ വന്നത് കോകുന്ന മൗലവിമാരാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്താണ്? തീർന്നില്ല. നിരീശ്വരവാദിയാലും നിങ്ങൾ സുന്നിയാകരുതേ. അത് വെച്ചുകൊടുത്താ മനെ. അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മുന്നോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ഇത് പള്ളിയിലെ ഖുത്ബയാട്ടോ, ഒരു പള്ളിയിലെ ഖുത്ബയാണത്. ഇനിയോ മുസ്ലിമീങ്ങളെ, നിരീശ്വരവാദിയാലും സുന്നിയാകരുതെന്നല്ലേ പറഞ്ഞത്? അല്ല ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സുന്നിയാകാതിരിക്കലാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അല്ല ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത വ്യക്തി ആരാണ്? ആരാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു തആല കൊടുത്തത്? ആർക്കാ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിനും തർക്കമില്ല, ആ റസൂലുള്ള സുന്നിയാണെന്ന് ഇതേ മൗലവിയുടെ നാവ് കൊണ്ടൊന്ന് പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് യഹൂദിയുടെ ചാരന്മാരല്ലേ? റസൂലുള്ള സുന്നിയാണെന്നവർ പറയുന്നു. അല്ല ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യൽ സുന്നിയാകാതിരിക്കലാണെന്നും പറയുന്നു. അപ്പോ റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ? ഞാനിത് പല സ്റ്റേജിലും ഇട്ടങ്ങ് കൽപ്പിച്ചപ്പോ മൗലവിമാർക്ക് നിൽക്കക്കള്ളിയില്ല. എന്നാൽ ഇപ്പൊ മൗലവി പറയാ, ഇതേ മൗലവി പറയാ, അതേ നാവുണ്ട്, ഞാനിത് വെച്ച് കേൾപ്പിച്ചു റസൂലുള്ള സുന്നിയാണെന്ന് ഇയാൾ പറയുന്നു. അതേ സമയത്ത് സുന്നിയാകാതിരിക്കാൻ അല്ലാഹ് ഏറ്റവും വലിയ കരുണ എന്ന് അയാൾ തന്നെ പറയുന്നു. എന്നാൽ ഞാനിത് കേൾപ്പിച്ചപ്പോ മൗലവി ഇപ്പൊ പറയുന്നത് റസൂലുള്ള വഹാബിയാണ്. അതേ മൗലവി സുന്നിയായിരുന്നില്ല, APK സുന്നിയായിരുന്നില്ല, വഹാബിയായിരുന്നു. അതുകൊണ്ട് കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വഹാബിയായ റസൂല് പറഞ്ഞു അല്ലാഹു എന്ന്. കേട്ടില്ലേ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരേ നാവ് കൊണ്ടല്ലേ ഇത് പറയുന്നത്. അള്ളാന്റെ റസൂല് സുന്നിയാണെന്നൊരു ദിവസം നമ്മളത് പിടിച്ചിട്ട് ജനങ്ങളങ്ങ് കേൾപ്പിച്ചു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് വഹാബിയായ റസൂല് എന്നല്ലേ ഇപ്പൊ പറയുന്നത്. എന്താണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത്? എന്താണ് മുസ്ലിം ലോകം ഇവരെ കുറിച്ച് വിധിക്കേണ്ടത്? ഇവരെ പ്രശ്നം എന്താ? ഇവർക്ക് അള്ളാന്റെ ദീനൊന്ന് തകരണം. നിങ്ങൾ കണ്ടോ, ഇതെന്താണ് സാധനം? മുജാഹിദിന്റെ പത്രമാണ് ശബാബ്. ഇതിലെന്താ പറയുന്നത്? മുസ്ലിം ആകണമെന്നില്ല സ്വർഗത്ത് കടക്കണമെങ്കിൽ. സ്വർഗത്ത് കടക്കാൻ മുസ്ലിം ആകണമെന്നില്ല, അല്ലാണ്ട് സ്വർഗത്ത് കടക്കൂന്നാണ് പുതിയ ഖുർആനാണ്. കേട്ടോളൂ. ഏത് മതക്കാരനായാലും ഏകനായ ലോകരക്ഷിതാവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലേ മോക്ഷത്തിന് ഭയമോ ദുഃഖമോ ഇല്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹത ലഭിക്കൂ എന്നാണ്. നോടി കേട്ടോളെ, ഏത് മതക്കാരനായാലും ഏകനായ ലോകരക്ഷിതാവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാലേ മോക്ഷത്തിന് ഭയമോ ദുഃഖമോ ഇല്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹത ലഭിക്കൂ എന്നാണ് 2:63, 5:69 എന്നീ സൂക്തങ്ങളിൽ നിന്ന് സംശയത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമാകുന്നത്. അപ്പോ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കേണ്ട പ്രശ്നമില്ല. പിന്നെ എന്തിനാ ഏത് മതക്കാരനായാലും എന്തിനാ വിശ്വസിക്കേണ്ടത്? ലോകരക്ഷിതാവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി. ലോകരക്ഷിതാവിന് മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ മൗലവി പറഞ്ഞതാണ്. നമ്മുടെ ഏറ്റവും വലിയ തർക്കം തന്നെ അബൂജഹലിന് അല്ലാഹുവിന് വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. മുസ്ലിം ആയാലേ മോക്ഷം കിട്ടൂ എന്നത് അത് ഖുർആൻ അംഗീകരിക്കാത്ത വാദമാണ് പോൽ. കേട്ടോ. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അംഗമാവുകയും സാമുദായിക ചട്ടക്കൂടിനകത്ത് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന ധാരണയെ ഈ സൂക്തങ്ങൾ നിരാകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാവുന്നതല്ല. ഒരാൾ ഏത് സമുദായത്തിൽ ജനിച്ചവനാണെങ്കിലും ഏത് സമുദായത്തിന്റെ ഭാഗമായി അറിയപ്പെടുന്നവനാണെങ്കിലും പ്രപഞ്ചനാഥനെ മാത്രമാണ് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവന് മോക്ഷം ലഭിക്കാം, അവൻ സ്വർഗാവകാശിയാകാം, ഭയദുഃഖമുക്തമായ ജീവിതത്തിന് അർഹനാകാം. പ്രപഞ്ചനാഥനെ ലോകത്തുള്ള എല്ലാവരും അല്ലാഹു എന്ന് തന്നെ വിളിക്കണമെന്നോ? അപ്പൊ ഈശ്വരൻ എന്ന് വിളിച്ചാ മതിയോ? ദൈവം എന്ന് വിളിച്ചാ മതിയോ? കർത്താവ് എന്ന് വിളിച്ചാ മതിയോ? എല്ലാം സംശയം വേണ്ട. കേട്ടോളി, എന്താ പറയുന്നത്? പ്രപഞ്ചനാഥനെ ലോകത്തുള്ള എല്ലാവരും അല്ലാഹു എന്ന് തന്നെ വിളിക്കണമെന്നോ ഒരേ തരം പ്രാർത്ഥനാ കീർത്തനങ്ങൾ ഉരുവിടണമെന്നോ നിഷ്കർഷിച്ചിട്ടില്ല. എല്ലാരും ഒരുപോലത്തെ നിസ്കാരം നടത്തണമെന്നില്ല, ഒരുപോലത്തെ നോമ്പ് വേണമെന്നില്ല, ഒരുപോലത്തെ പ്രാർത്ഥന വേണമെന്നില്ല, അല്ലാഹ് വിളിക്കണമെന്നില്ല, മുസ്ലിം സമുദായത്തിൽ അംഗമാകണമെന്നുമില്ല. മോക്ഷം കിട്ടും കേട്ടോ. ഖുർആനിൽ ആയത്തോതിയിട്ട് ആയത്തുദ്ധരിച്ചിട്ട് അതാ മുജാഹിദിന്റെ ശബാബ് എഴുതി വെച്ചിരിക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വെറുതെയാണോ ഇത് യഹൂദികളെ ചാരന്മാരാണെന്ന് പറഞ്ഞത്? വെറുതെയാണോ? ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനിയും കേൾക്കണോ? തെറ്റിപ്പോയതല്ല. അടുത്ത ലക്കത്തിലും പറയുന്നത് കേട്ടോ. മുസ്ലിം എന്ന പദം ഒരു സാമുദായിക മതത്തിലെ മെമ്പർ എന്ന നിലയിലാണ് പലരും പ്രയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള എല്ലാവർക്കും സ്വർഗം ലഭിക്കുമെന്നോ അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നോ പറയാൻ ഖണ്ഡിതമായ യാതൊരു തെളിവിന്റെയും പിൻബലമില്ല. സ്വർഗം ലഭിക്കാൻ മുസ്ലിമാകണമെന്നില്ല. വ്യക്തമായി മുജാഹിദിന്റെ ശബാബ് എഴുതി വെക്കുന്നു. അങ്ങനെ ഇസ്ലാം മതം വേണമെന്നില്ല, മുസ്ലിം ആകണമെന്നില്ല. ഖുർആനിൽ തെളിവുണ്ട് പോൽ. എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നു, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ വല്ലവനും മതമായി തേടിയാൽ അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനാണ്, അവരിൽ നല്ല സ്വീകരിക്കൂല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അതേ സമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്, തെറി പറയരുത്, പ്രകോപനം ഉണ്ടാക്കരുത്.
നിങ്ങൾ ഒരിക്കലും സൗഹാർദ്ദത്തിനെതിരായ ഒരു വാക്ക് പോലും പറയരുത്. അത് ഖുർആൻ പറയുന്നില്ല, തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. അമുസ്ലിം സഹോദരന്മാരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ, തെറി പറയരുത് കേട്ടോ. അമുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹുവിന് നീതി പുലർത്തുന്നവരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളോട് എതിർപ്പ് കാണിക്കാത്ത അമുസ്ലിം സഹോദരന്മാരോട് നിങ്ങൾ നീതി പുലർത്തണേ. നിങ്ങൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കണേ, അവർക്ക് നന്മ ചെയ്യണേ. എല്ലാ സമുദായത്തിനും നന്മ ചെയ്യണം. പക്ഷേ വിശ്വാസം, നിങ്ങളെ വിശ്വാസം ഞാൻ ഇസ്ലാമിലായാലേ ആഖിറം രക്ഷപ്പെടൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണേ. ഇത് ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിക്കുമ്പോ ഖുർആനിനെതിരെ ഖുർആനിലെ ആയത്തിന്റെ നമ്പറും കൊടുത്തിട്ട് മൗലവിമാര് പറയുന്നത്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇസ്ലാമാണോ, ഇത് യഹൂദി ചാരന്മാരാണെന്ന് വിശ്വസിക്കാൻ വകുപ്പില്ലയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതാ റസൂലുള്ളാഹിനെ വിളിച്ചാലേ കുഴപ്പമുള്ളൂ. അല്ല, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല. അള്ളാനെ അള്ളാന്ന് വിളിക്കണമെന്നില്ല, നിസ്കാരം നടത്തണമെന്നില്ല. ഇതുവരെ ഈ മൗലവിമാര് എഴുതി വെച്ചില്ലേ, പ്രസംഗിച്ചില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുത്തൻവാദികൾ അവരുടെ ഈമാൻ തൊണ്ടക്കുഴി വിട്ടുകിടക്കൂല എന്നല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തൊണ്ടക്കുഴി വിട്ടുകിടക്കൂല. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവര് ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും അയന്തിഖൂന ബിശഹാദത്തൈനി വലാ യഅരിഫൂനഹാ ബിഖുലൂബിഹിം. ഷഹാദത്ത് അതുകൊണ്ട് പറയും, മനസ്സുകൊണ്ട് അവരത് അറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഖുർആന്റെ ആയത്തിങ്ങനെ പറയുന്നിട്ടാലോ, അതൊരു റിവായത്തിൽ റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചു, യഖറഊനൽ ഖുർആന റതബൻ, പച്ചയായി ഖുർആൻ പറയല. ഖുർആൻ ക്ലാസ് അല്ലേ, ഖുർആൻ പച്ചയിൽ ഇങ്ങനെ ഓതലല്ലേ. അള്ളാഹിന്റെ റസൂൽ എത്ര സുന്ദരമായിട്ടാണ് ഇവരെ ലക്ഷണം പറഞ്ഞത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വഫീഹി സജ്റു അനിൽ അഖ്ദി ബിളവാഹിരി ജമീൽ ആയാത്തിൽ ഖാബിലത്തിൽ തവീൽ അല്ലതി യുഫ്ദിൽ ഖൗമി ളാഹിരിഹാ ഇലാ മുഖാലഫതി ഇജ്മാഇ സലഫി. മുൻഗാമികളായ മഹാന്മാര് പറഞ്ഞതിനെതിരെ തോന്നുന്ന അർത്ഥം നിങ്ങൾക്ക് ഖുർആനിന് വല്ല സ്ഥലത്തും കിട്ടുന്നുണ്ടോ? മുൻഗാമികൾക്കെതിരെ ആണെന്ന് തോന്നുന്ന അർത്ഥം കിട്ടുന്നുണ്ടോ? ആ അർത്ഥം തെറ്റാണെന്ന് വിശ്വസിക്കണമെന്ന് റസൂലുള്ളാഹി ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. മുൻഗാമികളെ തുടരാതെ ഖുർആൻ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. മുൻഗാമികളെ തുടർന്നുകൂടാന്നല്ലേ നമ്മളെ മൗലവിന്റെ പ്രധാനപ്പെട്ട ആമുഖം. മൗലവി പറയും, ഞാനൊരു ആമുഖം പറഞ്ഞിട്ടുണ്ട്, ഈ ആമുഖം നിങ്ങൾ തീരോളം മനസ്സിൽ ഓർമ്മിക്കണേന്ന് മൂപ്പര് പറഞ്ഞു. എന്താ ആമുഖം? മുൻഗാമികളെ സ്വീകരിച്ചുകൂടാ. എന്നാ നിങ്ങൾക്ക് കേൾക്കളോ, ഈ മൗലവി ഇവിടെ ചെയ്ത ഒരു വല്ലാത്ത ഒരു സംഗതിയുണ്ട്. അതെന്താ? മൗലവിക്ക് ഒന്നും പിടുത്തല്ലാതെ ഇപ്പൊ റാസി പോയിട്ടെടുത്തു. എന്നിട്ട് മൂപ്പര് പറയാ, ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞ് വിടൂല എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, അവരൊക്കെ പേച്ചവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൂപ്പര് വായിക്കുന്നു പറയുന്നു, നിങ്ങളൊന്ന് കേട്ടോളി. എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ആയത്തോ ഹദീസോ ഓതി കൊടുത്താൽ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ട എന്ന മട്ടിൽ. ഇത് ഇമാം റാസിയുടെ കാലഘട്ടത്തിലും ഉണ്ടായി എന്ന് റാസി അതാ എടുത്തുദ്ധരിക്കുന്നത് കാണാം. അതാ കൃത്യമായി തന്നെ അവിടെ പറയുന്നു, ഞാൻ കുറെ മുഖല്ലിദുകളായ ആളുകളെ കാണുകയുണ്ടായി. അർത്ഥം തെറ്റാണ്, അങ്ങനെ റാസിമ പറഞ്ഞിട്ടില്ല. അത് ഷാഹത്തു ജമാഅത്തൻ മിൻ മുഖല്ലിദത്തിൽ ഫുഖഹാഇ എന്നാണുള്ളത്.
വെറും തഖ്ലീദ് ചെയ്യുന്നവരുന്നോ മുഖല്ലിദീങ്ങളെന്നോ അല്ല. അൽ ഫുഖഹാ എന്നൊരു കൂട്ടരുണ്ടതാരാണ്? ഇസ്ലാമിന്റെ മുൻഗാമികൾ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്ന് നോക്കാതെ കർമ്മശാസ്ത്രത്തിൽ ഏതെങ്കിലും പഴുതു വെച്ചിട്ട് സംസാരിക്കുന്ന ദുന്യാവിന്റെ കർമ്മശാസ്ത്രക്കാരായ ചില കക്ഷികളുണ്ട്. ആ കക്ഷികളെ പറ്റി പറയാണ്. അത് മൗലവി തിരിമറി നടത്തിയതാണ്. ബാക്കിയൂടി പറയട്ടെ, എന്ത് പറയാം? وقرأت عليهم آيات كثيرة من كتاب الله تعالى في بعض المسائل وكانت مذاهبهم بخلاف تلك الآيات فلم يقبلوا تلك الآيات ولم يلتفتوا إليها وبقوا ينظرون إلي كالمتعجبين. يعني كيف يمكن العمل بظاهر هذه الآيات مع أن الرواية عن سلفنا وردت بخلافها. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടി, ചില സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പണ്ട് കാലത്തുണ്ടായ കാര്യം പറയാ. ചില ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ അവരോട് ചില വിഷയങ്ങളിലൊക്കെ അള്ളാന്റെ ആയത്തോതി കൊടുത്തു. ആയത്തോതി കേട്ടോക്കുമ്പോ അവര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയതിന് നേരെ എതിരാണ് ഈ ആയത്തിൽ കേൾക്കുന്നത്. അപ്പോൾ അവര് ഈ ആയത്ത് അവര് സ്വീകരിച്ചില്ല, അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയോ അവരിങ്ങനെ അന്തം മുട്ടെന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഉസ്താദിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിനെതിരെ ഈ ആയത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാനാണ്? ഞങ്ങൾക്കത് സാധ്യമല്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, കളവാണ് പറഞ്ഞത്, മുഴുവനും കളവാണ്. വായിച്ചത് തെറ്റാണ്, പറഞ്ഞത് കളവാണ്. മൗലവിക്ക് ആൺകുട്ടിയാണെങ്കിൽ പറഞ്ഞൊന്നും ധരിക്കണ്ട, നമ്മളെ മുന്നിൽ നിന്നിട്ട് കിതാബ് അയച്ചിട്ടൊന്ന് അർത്ഥം പറയണം. അവിടെ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. അവിടെ പറഞ്ഞ വിഷയം എന്താണ്? അവിടെ പറഞ്ഞ വിഷയം മുൻഗാമികൾ വിശ്വസിച്ചത് എന്നല്ല, വിശ്വസിച്ച വർത്താനം തന്നെ അവിടെ ഇല്ല. പിന്നെ അവിടെയുള്ള വിഷയം എന്താണ്? അവിടെ ഉള്ള വിഷയം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. ആയാത്തിൻ കസീറതൻ മിൻ കിതാബില്ലാഹി തആല ഫീ ബഅദിൽ മസായിലി. ചില ചർച്ചകളിൽ, ചില വിഷയങ്ങളിൽ ഞാൻ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഏതുപോലെ എന്നറിയോ? ഖുതുബ മലയാളത്തിൽ ഓതാൻ പാടില്ല. അതിനതാ നമ്മൾ ആയത്ത് ഓതാറില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തുബ്തിലു അമാലക്കും, നിങ്ങളെ അമല് നിങ്ങൾ ബാത്തിലാക്കരുതേ. ഖുതുബ മലയാളത്തിൽ ഓതിയാ ഖുതുബ ബാത്തിലാണ്. ഇതുപോലെ സഹോദരന്മാരെ നമ്മൾ ആയത്തോതാറില്ലേ? അതേ അല്ലാഹ് പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ. മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴിവിട്ടാൽ നരകത്തിലാണെന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനായത്തോതുന്നു. കാരണം മുഅ്മിനീങ്ങൾ അതാ റസൂലുള്ളാഹിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ജുമഅന്റെ ഖുതുബ അറബിയിലല്ലാതെ ഓതിയിട്ടില്ല. ഫതുൽ മുഈൻ അതാ പറഞ്ഞു, ഇത്തിബായി സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളും അറബിയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ അതാ ജുമഅ ബാത്തിലാണ് കേട്ടോ. ഇനി നമ്മൾ ആയത്തോതാറുണ്ട്. ഇതുപോലെ ആയത്തോതി കൊടുക്കുമ്പോ ഈ മൗലൈമാരെന്താ ചെയ്യാന്നറിയോ? തുഹഫ ഇങ്ങെടുക്കും, ബുജൈരിബി ഇങ്ങെടുക്കും, ഷെർവാനി ഇങ്ങെടുക്കും. എന്നിട്ട് പറയും, ഞങ്ങളെ മുൻഗാമികളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ദൂനമ അദഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂനമ അദഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വറദത്ത്, വാചകം കേട്ടോളി, വറദത്ത് ഞങ്ങളെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നല്ല. മാന റിവായത്ത് അൻ സലഫിന വറദത്ത് അലാ ഖിലാഫിഹ. ഞങ്ങളെ മുൻഗാമികളെ ചില വാചകങ്ങളുണ്ട്. എന്താ വാചകം? ദൂനമ അദഹ ലാ യദുറു, ഇങ്ങനൊക്കെയുള്ള ചില ഇബാറത്തുകളുണ്ട്. അങ്ങനെ ഇബാറത്തുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആയത്തോതിയിട്ട് കാര്യമില്ല, മലയാളത്തിൽ തന്നെ ഓതണം എന്ന് മൗലവിമാര് പറയാറില്ലേ? അങ്ങനെ കർമ്മശാസ്ത്രത്തോടൊരു വിശ്വാസവുമില്ലാതെ, ഇമാമിങ്ങളോടൊരു കൂറുമില്ലാതെ, കർമ്മശാസ്ത്രത്തിലുള്ള ഒരൊറ്റ ഇമാമ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല എന്ന നടപടിക്രമം സ്വീകരിക്കാതെ, മാതൃക സ്വീകരിക്കാതെ ഇന്ന് വരെ ഉള്ള മഹാപണ്ഡിതന്മാർ, ഇന്ന് വരെ പോകട്ടെ. ഞങ്ങൾ ചോദിച്ചില്ലേ പുതിയകാവുന്ന കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം? അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ 1200 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഖുതുബ ഓതിയതായി തെളിവ് തരാമോ മൗലവിമാരെ? അപ്പൊ മൗലവി എന്താ പറഞ്ഞ്? 1200 കൊല്ലം മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി തിന്നൂടാന്നുണ്ടോ?
മറുപടിയാ. ഓ മുസ്ലിമീങ്ങളെ, അപ്പൊ ഒരൊറ്റ ഇമാമും ബുജൈരിമി എഴുതിയ ഇമാമോ, ബാജൂരി എഴുതിയ ഇമാമോ, ഫത്ഹുൽ മുഈൻ എഴുതിയ ഇമാമോ, സിർവാരി എഴുതിയ ഇമാമോ, അതേ തുഹ്ഫ എഴുതിയ ഇമാമോ, ഒരൊറ്റ ഇമാമും അറബിയല്ലാത്ത ഭാഷയിൽ ലോകത്ത് ഖുത്ബ നിർവഹിച്ചിട്ടില്ല. ഒരൊറ്റ സംസ്ഥാനയുടെ പണ്ഡിതരും അതാ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബയെ അനുകൂലിച്ചിട്ടില്ല. ഒരു സംസ്ഥയിലെ പണ്ഡിതരും അനുകൂലിച്ചിട്ടില്ല. നാദാപുരം വലിയ ജുമാഅത്ത് പള്ളിയിൽ ഇന്ന് വരെ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല. പുത്തൻപള്ളിയിൽ ഓതിയിട്ടില്ല. ഇപ്പള്ളിയിൽ ഓതിയിട്ടില്ല. അങ്ങനെ സുന്നി പണ്ഡിതന്മാരാരും ഇന്ന് വരെ ചെയ്യാത്ത കാര്യം കിതാബിലുണ്ട്, ഫിഖഹിന്റെ കിതാബിലുണ്ട് എന്ന് പറയുന്ന ചില അള്ളാന്റെ ദീന് നശിപ്പിക്കുന്ന കപടന്മാരില്ലേ, ദുന്യാവിന് വേണ്ടി നടക്കുന്നവർ, മുജാഹിദിന്റെ കീസേന്ന് കൈയിട്ട് പൈസ എടുക്കാൻ വേണ്ടി നടക്കുന്ന ചില ദുന്യാവുകാരില്ലേ, അത്തരം ദുന്യാവുകാരെ പറ്റി പറയാണ്. എന്താ പറഞ്ഞത്? അവര് ചോദിക്കാണ്, ആയത്തിലൊക്കെ ഇങ്ങനെ മുൻഗാമികളെ തുടരണം എന്നാണ് പറഞ്ഞതെങ്കിലും നമ്മളെ മുൻപുള്ള ചില കിതാബുകളിലൊക്കെ അതിനെതിരായ ചില വാചകങ്ങളുണ്ടല്ലോ. വാചകങ്ങൾ മനസ്സിലാകൽ ആർക്കാ സഹോദരന്മാരെ? ശിഷ്യന്മാര് മുഖേനയല്ലേ അത് മനസ്സിലാക്കി വരുന്നത്. അവരാരും അത് ചെയ്തില്ലെന്ന് വരുമ്പോ അത് ചെയ്യാൻ പറ്റൂല ഏത് ബുദ്ധിയുള്ളവനാ മനസ്സിലാകാത്തത്? അപ്പൊ അതിനെപ്പറ്റി റാസിമാവ് പറയാണ്, അങ്ങനെ ഫിഖഹിന്റെ കിതാബ് ഉദ്ധരിക്കുന്ന ഫിഖ്ഹുകാരുണ്ടല്ലോ, വലൗ തഅമ്മൽത ഹഖ്ഖ തഅമ്മുലി, നീ ശരിക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ വജത്ത ഹാദ സാരിയം ഫീ റൂഖിൽ അക്സരീന മിൻ അഹ്ലി ദുനിയാ, പണത്തിന് വേണ്ടി നടക്കുന്ന ദുനിയാവിന്റെ പൂജകന്മാരായ ചില ആളുകളുടെ മനസ്സിൽ ഈ രോഗം നിനക്ക് കാണാം. അത്തരം മനസ്സിൽ രോഗമുള്ളവര് മുജാഹിദിനെ അനുകൂലിച്ചേ പറയൂ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തിയേ പറയൂ. അത്തരം കക്ഷികളെ പറ്റി ഇമാം റാസി പറഞ്ഞ ഉദ്ധരണി എങ്ങനെയാണ് മൗലവിയെ? ഇമാമിങ്ങൾ നടന്നു വന്ന വഴിയിലൂടെ നടക്കുന്നവർക്ക് എതിരായി എങ്ങനെയാ മൗലവി തെളിവാകുന്നത്? റാസി എന്ന് പറഞ്ഞ വായിച്ചാൽ നിങ്ങളെ മുന്നിൽ കുറെ കിതാബ് അറിയാത്ത, ഇബാറത്തിന്റെ അർത്ഥം അറിയാത്ത പടുജാഹിലികൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ മുന്നിൽ നടക്കൂ മൗലവി. ഇത് കരയുദ്ധമാണ് മൗലവി, അത് കരയുദ്ധമാണ് മൗലവി. എന്നെ കേൾക്കണോ? ഒരു മൗലവിന്റെ മറുപടിയൊക്കെ നിങ്ങൾക്ക് ഒരാൾ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് നിസ്കാരവും മലയാളത്തിലായിക്കൂടെ, നിങ്ങൾക്ക് ബാങ്കും മലയാളത്തിലായിക്കൂടെ? അതിന് മൗലവിന്റെ ഒരു മറുപടി കേട്ടോളികൾ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. വിവരല്ലേ? അള്ളാഹു അറബിയാ മൗലവി? അള്ളാഹ് അറബിയോ തമിഴനോ മലയാളിയോ ആണോ മൗലവി? ഇവർക്ക് എന്താ അള്ളാ? ഇവരെ കയറി ഇറങ്ങി ചെയ്യുന്ന അള്ളല്ലേ? ഓ മൗലവി, ഇതാണോ മറുപടി? എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ മൗലവി പറഞ്ഞത് മുഴുവനും വിഡ്ഢിത്തമല്ലേ? കാരണം എന്താണ്? നിസ്കാരവും ഖുത്ബയും തമ്മിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും അതാ വ്യത്യാസമുണ്ടോ? ഇല്ലെന്നല്ലേ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ മാത്രമേ റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ മാത്രം നിസ്കരിച്ചാലേ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ ആവുകയുള്ളൂ. ഞങ്ങൾക്ക് സനദുള്ള ഹദീസാണ് തെളിവ്. അപ്പുറത്തൊരു ചോദ്യം, അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതുന്ന മൗലവിമാരെ നിങ്ങൾക്കെല്ലാം റസൂലുള്ളാഹിന്റെ റിപ്പോർട്ട് കിട്ടണമെന്നല്ലേ സലഫി പറഞ്ഞത്? ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരൂ. ആയത്തുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? റിപ്പോർട്ടുണ്ടോ മലയാളത്തിലാക്കുന്നതിന്? ഇല്ല ഇല്ല, ഒരൊറ്റ ആയത്തുമില്ല, ഒരു ഹദീസുമില്ല, ഒരു മഹാനും ചെയ്തിട്ടില്ല. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഖുത്ബയിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് ഖുത്ബ? ഒന്ന് അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കലാണ്.
അതാ നിസ്കാരത്തിലും ഇല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിസ്കാരത്തിൽ ഓതുന്നില്ലേ. പിന്നെ ഖുത്ബയിലുള്ളത് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സലാത്ത്, അത് നിസ്കാരത്തിലുമില്ലേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സലാത്ത് നിസ്കാരത്തിലുമില്ലേ, ഖുത്ബയിലുമില്ലേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇനി എന്താ സുഹൃത്തേ ഖുത്ബയിലും നിസ്കാരത്തിലുമുള്ളത്? ഖുത്ബയിൽ ജനങ്ങളോട് പറയലുണ്ട് ഇത്തഖുല്ലാഹ്, ജനങ്ങളോടാണ്. നിസ്കാരത്തിന്റെ 14ാമത്തെ ഫർദ് എന്താ മൗലവി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടാണോ മൗലവി? അല്ലാ നിനക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാട്ടെ എന്നാണോ? അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അത് ജനങ്ങളോടല്ലേ? അത് കേട്ടാല് മടക്കല് സുന്നത്തല്ലേ? അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് നിസ്കാരത്തിൽ ഫർളാണ്. അത് ജനങ്ങളോട് പറയലാണ്. ഇത്തഖുല്ലാഹ് എന്ന് ജനങ്ങളോട് പറയലാണ്. അപ്പൊ ഖുത്ബയിലുമുണ്ട് ജനങ്ങളോട് പറയൽ, നിസ്കാരത്തിലുമുണ്ട് ജനങ്ങളോട് പറയൽ. അള്ളാഹിനോട് പറയൽ ഖുത്ബയിലുണ്ട്, നിസ്കാരത്തിലുണ്ട്. സലാത്ത് ചൊല്ലൽ നിസ്കാരത്തിലുണ്ട്, ഖുത്ബയിലുണ്ട്. അതേ നിസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്, ഖുത്ബയിലും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പ്രാർത്ഥനയുണ്ട്. ഇനി ചോദിക്കട്ടെ, ഖുത്ബയും നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഈ വിഷയത്തിൽ എന്താണ് മൗലവി? ഇനി നീ പറഞ്ഞത് എന്താണ്? അല്ല മലയാളിയല്ല. ചോദിക്കട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ജനങ്ങളോടല്ലേ? അതുകൊണ്ട് നാളെ മുതൽക്ക് മൗലവിമാരെ നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ പിരിയേണ്ടത് എങ്ങനെയാണെന്നറിയോ? അതാ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒരു വലിയ ദജ്ജാൽ പിന്നെ വരാനുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ദജ്ജാലുകളാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന. ഖിയാമത്ത് നാളാകുമ്പോൾ ധാരാളം ദജ്ജാലുകൾ വരും. നേതാവ് ലാസ്റ്റേ വരുള്ളൂ. എന്നാ മുസ്ലിമേ, ആ ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ? ആ നിസ്കാരത്തിൽ മസീഹ് ദജ്ജാൽ പറഞ്ഞിട്ട് മൗലവി ജനങ്ങളോട് പറയുന്നത് മലയാളത്തിലാകണല്ലോ. അവിടെ നാളെ മുതൽക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? അള്ളാന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഇങ്ങനെ സലാം മടക്കണേ, സലാം പറയണേ, ഇങ്ങനെ നിസ്കാരം തീർക്കണേ മൗലവിമാരെ. അറിവില്ലെങ്കിലും മിണ്ടാതിരിക്കണം, അറിവില്ലെങ്കിലും മിണ്ടാതിരിക്കണം. അറിവുള്ളവർ പറഞ്ഞത് കേൾക്കണോ? മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ എന്റെ സനദിലുള്ള ആളാണ്. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദാണ്. ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് സദഖത്തുള്ള മുസ്ലിയാർ. ആ സദഖത്തുള്ള മുസ്ലിയാർ ഇറക്കുന്ന ബഹുമാനപ്പെട്ടവർ കൊടുത്ത ഫത്വയാണിത്. ഫതാവ നുസ്റത്തുൽ അനാം 4ാം ഭാഗം പ്രസിദ്ധീകരണ സമിതി നുസ്റത്തുൽ ഉലമാ അസോസിയേഷൻ JVA കോളേജ് PO വണ്ടൂർ മലപ്പുറം ഡിസ്ട്രിക്ട് കേരള. നാദാപുരത്തുള്ള മുസ്ലിമീങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോ. ചിലർക്കൊരു ധാരണയുണ്ട് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാരും കീഴന ഉസ്താദൊക്കെ മലയാളത്തിലുള്ള ഖുതുബക്ക് പോയാലും ജുമ ശരിയാകുമെന്ന അഭിപ്രായക്കാരാണെന്ന്. പച്ചക്കള്ളമാണ് കേട്ടോ. കീഴന ഉസ്താദ് മലയാള ഖുതുബക്ക് അനുകൂലമല്ല, സദഖത്തുള്ള മുസ്ലിയാർ അനുകൂലമല്ല. അവർ ഉദ്ഘാടനം ചെയ്ത ഒരു പള്ളിയിലും അവർ നടപ്പാക്കിയിട്ടില്ല. അവർ ദർസ് നടത്തിയ പള്ളിയിലില്ല. അവരെ ശിഷ്യന്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതാ നിങ്ങൾക്ക് കേൾക്കണോ സദഖത്തുള്ള മുസ്ലിയാരോടുള്ള ചോദ്യം. നാദാപുരത്തില്ലേ അങ്ങൊരു മൂലയിൽ മുസ്ലിമീങ്ങളെ ജുമാബാത്തിലാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മീറ്റിംഗ് ഇല്ലേ? നാദാപുരത്ത് അതാ മത്സ്യ മാർക്കറ്റിന്റെ അപ്പുറത്ത് ഒരു മീറ്റിംഗ് നടക്കാറില്ലേ വെള്ളിയാഴ്ച ഉച്ചക്ക്? ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ജുമാ കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാനെ മുൻനിർത്തി പറയട്ടെ, പോയിട്ട് നിങ്ങൾ ഖളാ വീട്ടിക്കോ. ഒരൊറ്റ ജുമയും അതാ സഹീഹല്ല കേട്ടോ, ബാത്തിലാണ് കേട്ടോ. യാതൊരു സംശയവുമില്ല. നവവി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട്, ഇബ്നു ഹജർ തങ്ങളെയും കൂട്ടിയിട്ട്, ശഫീ ഇമാമിനെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് പേരോട് പറയും കേട്ടോ. അതേ കാരണം അവരെ കിതാബിൽ മുഴുവനും പറഞ്ഞൊരു കാര്യം, എന്റെ സനദിലുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ച കാര്യം, സദഖത്തുൽ മുസ്ലിയാർ പഠിപ്പിക്കുന്ന കാര്യം, ഓക്കെ ഉസ്താദും എപി ഉസ്താദും പഠിപ്പിച്ച കാര്യം, കീഴന ഉസ്താദ് പഠിപ്പിച്ച കാര്യം ഞാനൊന്ന് വായിക്കട്ടെ സംസ്ഥാനയുടെ ഫത്വയിൽ നിന്ന്. ചോദ്യം: ഇന്ന് മുജാഹിദീങ്ങളുടെ പള്ളികളിൽ നടക്കുന്നത് പോലെ ജുമാ ഖുത്ബ എന്ന നിലക്ക് ഹംദു സലാത്ത് ചൊല്ലി പിന്നീട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന് തുടങ്ങി
അരമണിക്കൂറും 1 മണിക്കൂറുമെല്ലാം നീണ്ടു നിൽക്കുന്ന മലയാള പ്രസംഗമാണ്. ഇവരുടെ ഈ പ്രസംഗവും ഹറാമല്ലാത്ത നല്ലതല്ലാത്ത വിധത്താണെന്ന് സംസ്ഥാന പറയുന്നുണ്ടോ? പത്രാധിപർ ഒന്ന് വിശദീകരിച്ചാലും അതിന് പറയുന്ന മറുപടി കേട്ടോ. ഉത്തരം: ചോദ്യകർത്താവ് വിവരിച്ച മലയാള പ്രസംഗം ഹറാമല്ലെന്ന് സംസ്ഥാന പറയുന്നില്ല. സദഖത്തുള്ള മുസ്ലിയാരെ മറുപടിയാണ്. സദഖത്തുൽ മുസ്ലിയാർ എന്താ പറയുന്നത്? ചോദ്യകർത്താവ് വിവരിച്ച മലയാള പ്രസംഗം ഹറാമല്ലെന്ന് സംസ്ഥാന പറയുന്നില്ല. അപ്പൊ മുജാഹിദിന്റെ ഖുത്ബ എന്ന പേരിലുള്ള മലയാള പ്രസംഗം ഹറാമാണെന്നാണ് സംസ്ഥാന പറയുന്നത്. ഇനിയും കേട്ടോ, ചോദ്യത്തിൽ പറഞ്ഞ പ്രകാരം ഫർള് മടക്കാത്ത മലയാള പ്രസംഗം കൊണ്ട് സഹീഹായ ഖുത്ബയാവുകയില്ലെന്നും അതിനാൽ ജുമഅ സഹീഹാവുകയില്ലെന്നും സംസ്ഥാനയും പറയുന്നതാണ്. അപ്പൊ സംസ്ഥാനയും സമസ്തയും തമ്മിൽ മുജാഹിദിന്റെ ഖുത്ബ ബാത്തിലാണെന്നതിന് തർക്കമില്ല കേട്ടോ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ആ പള്ളിയിൽ പോയി നിങ്ങളെ ജുമഅ ബാത്തിലാക്കല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, സദഖത്തുൽ മുസ്ലിയാരും സമസ്തയും തമ്മിൽ, കണ്യത്ത് ഉസ്താദും സദഖത്തുൽ മുസ്ലിയാരും തമ്മിൽ പരസ്പരം വലിയ ശത്രുതയാണോ? ഒരിക്കലുമല്ല. അവരൊക്കെ വലിയ ബഹുമാനത്തിലാണ്, ആദരവിലാണ്. കേൾക്കണോ നിങ്ങൾക്ക്? സദഖത്തുൽ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കീന ഉസ്താദിന് കൊടുത്തേക്കുന്ന കത്ത്, ആ കത്ത് എവിടെയുണ്ട്? സമസ്ഥാനിയുടെ സ്മരണിക പേജ് 38 വായിച്ചോളൂ. പ്രിയപ്പെട്ട കുഞ്ഞബ്ദുള്ള മുസ്ലിയാർക്ക് നിങ്ങളുടെ കെ സദഖത്തുള്ള മൗലവി എഴുത്ത് നമ്മുടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി യോഗം 20/1/73 മലപ്പുറത്ത് വെച്ച് ചേർന്നു. പ്രസിഡന്റായിരുന്ന എം കുഞ്ഞലവി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടതുകൊണ്ട് തൽസ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യോഗത്തിലെ തീരുമാനങ്ങൾ താഴെ ചേർക്കുന്നു. കീന ഉസ്താദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ള യോഗത്തിലെ തീരുമാനം 1, മൗലിക കാര്യങ്ങളിൽ സമസ്തയോടും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളോടും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. മൗലിക കാര്യങ്ങളിൽ സമസ്തയോട് യോജിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനയുടെ തീരുമാനം കീന ഉസ്താദിനെ അറിയിക്കുകയാണ് സദഖത്തുള്ള ഉസ്താദ്. ഇനിയും കേട്ടോ, രാഷ്ട്രീയ പാർട്ടികളുടെ അനിസ്ലാമിക പ്രവർത്തികളെയും തീരുമാനങ്ങളെയും സമാധാനപരമായി എതിർക്കുവാൻ തീരുമാനിച്ചു. 2 തീരുമാനം എഴുതി അറിയിക്കുകയാണ് കീന ഉസ്താദിന്. അത് സംസ്ഥാനയുടെ സ്മരണിക 38ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയ എതിർപ്പാണെന്ന് പറഞ്ഞ് ഇവിടെയൊന്ന് അതാ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, സുന്നികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സെലഫി നടത്തിയ ആ പൊയ്വടി പൊട്ടിയിട്ടില്ല കേട്ടോ, പൊട്ടൂല കേട്ടോ. അപ്പൊ മുജാഹിദിന്റെ ജുമഅ ബാത്തിലാണെന്നതിൽ ഒരു സുന്നി പണ്ഡിതനും തർക്കമില്ല. മൗലവി പറഞ്ഞ എന്താ? ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചാൽ ഉടനെ സമീന വഅതഅനാന്ന് പറഞ്ഞ് പോകണോന്നാ. സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ, അവരാണ് വിജയം വരിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? നാം മൗലവിന്റെ നേതാവ് ക്ഷണിക്കുന്നു. ആരാ മൗലവിന്റെ നേതാവ്? ഇസ്തിഗാസ സിർക്കാട് എന്ന് പറയുന്ന നേതാവ്. ആ നേതാവ് പറയുന്ന ഞാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാണ്. ആരാണ് ആ മൗലവി എന്നറിയോ? അതാണ് മൗലവി ചേകനൂര്. അയാൾ എവിടത്തേക്കാ ക്ഷണിക്കുന്നത്? അയാൾ ക്ഷണിക്കുന്ന ഇമാമിങ്ങളെ കിതാബിലേക്കല്ല. പിന്നെ അയാൾ പറയുന്നത് എന്താ? ഞാൻ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ്. ഇത് ചേകനൂരിന്റെ ബുക്കാണ് മൗലവി. ഖുർആൻ സുന്നത്തിലേക്ക് വിളിച്ചാ പിന്നെ സമീന വഅതഅന പറയണോന്നല്ലേ? എന്നാ ചേകനൂരിന്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഞാനൊന്ന് കുറച്ച് വായിക്കട്ടെ. നമസ്കാരം എങ്ങനെ, എപ്പോൾ, എത്ര? മൗലവി ചേകനൂർ. നിലവിലുള്ള നമസ്കാരത്തിൽ 30 ജൂദായിസം, നിലവിലുള്ളതിൽ 30 ജൂദായിസം. ളുഹറും മഗ്രിബും ഖുർആൻ വിരുദ്ധം, ളുഹറും മഗ്രിബും ഖുർആൻ വിരുദ്ധം. സുബ്ഹി സൂര്യോദയത്തിനു ശേഷം മതി എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആനിലെ നമസ്കാര രൂപം
ഇതെല്ലാം കണിശമായി തെളിയിക്കുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. ഇതിന്റെ പരസ്യം കണക്ക് നിലവിലുള്ള നമസ്കാര രൂപത്തിൽ 30-ലേറെ ജൂതായുസങ്ങളുണ്ട്. ശരിയായ നമസ്കാര രൂപം ഖുർആൻ കൊണ്ടല്ലാതെ തെളിയുകയില്ല. നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാട് ഓർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അപ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഇതെന്താണ്? ഖുർആനും സുന്നത്തുമാണ് മൂപ്പരെ തെളിവ്. ഇനി ഇതിൽ പറയുന്ന സംഗതികള് നിങ്ങളൊന്ന് കേട്ടോളി. എന്നിട്ട് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിച്ചാ പോണ്ടേ മൗലവി ഒന്ന് പോട്ടെ ചേകന്നൂരിന്റെ അടുത്തേക്ക്. ഞാനൊന്ന് വായിക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പോഴേ അത് തീർത്തൊന്നും വായിക്കുന്നില്ല, കുറച്ച് നമ്മുടെ മൗലവിക്ക് വേണ്ടി മാത്രം കുറച്ച് വായിക്കാം. കേട്ടോളെ, ഇതിന്റെ 60-61 പേജ്. മൗലവി ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് വിളിച്ച ഉടനെ പോണ്ടേ. കേട്ടോളി. വാസ്തവത്തിൽ കാറ്റുപോയാൽ ഒതുവെടുക്കണമെന്ന നിയമം കൊടുങ്കാറ്റടിച്ചാലല്ല, വാസ്തവത്തിൽ കാറ്റ് പോയാൽ ഒതുവെടുക്കണമെന്ന നിയമം ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സ്ഥാപിക്കാൻ ഒറ്റ മതപണ്ഡിതനും സാധ്യമല്ലെന്നതാണ് പരമാർത്ഥം. ഖുർആനിലേക്ക് വിളിച്ചാൽ പോകണ്ടേ മൗലവി? പോയിക്കോ, ചേകനൂരിന്റെ കൂടെ പോയിക്കോ. ഖുർആനിലേക്ക് വിളിച്ചാൽ പോണ്ടേ? ഖുർആനില്ലേ? എനിക്ക് കേട്ടോ, ബാക്കി ഖുർആൻ തന്നെ സ്വീകരിക്കാൻ അങ്ങനെയൊന്നും പറ്റൂല എന്ന് ഖുർആനിലുണ്ട്. അതാ ഇനി വായിക്കാൻ പോകുന്നത്. ഖുർആൻ തന്നെ അങ്ങനെയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കേട്ടോളി. ഖുർആനിലുണ്ട് പോലും അള്ളാഹുവിന്റെ മൊഴികൾ പോലും മനുഷ്യൻ ചിന്തിച്ച് പഠിച്ചുകൊണ്ടായിരിക്കണം സ്വീകരിക്കേണ്ടതെന്നും അന്ധരും ബധിരരുമായി ഖുർആൻ പോലും സ്വീകരിക്കരുതെന്നും അള്ളാഹു ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിരിക്കെ 25-73 ഖുർആൻ വിരുദ്ധ ഹദീസ്, ഖുർആൻ വിരുദ്ധ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും അവയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ശരീഅത്ത് നിയമാവലികളും അന്ധരും ബധിരരുമായി പിൻപറ്റാൻ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ യഥാർത്ഥ മുസ്ലിം ആര്? ചേകനൂർ. ഖുർആനെ സ്വീകരിക്കാവൂ പോരാ. അയാൾ പറയുന്നത് എന്താണ്? ഖുർആൻ തന്നെ ബുദ്ധിയോട് ചിന്തിച്ചിട്ടേ സ്വീകരിക്കാവൂ. പോരാ, ഖുർആനിലേക്കാണ് വിളിക്കുന്നത് അയാൾ എന്നാ പറയുന്നത്. പോവാൻ പറ്റുമോ മൗലവി? സമീനാബാത്തയന പറയാൻ പറ്റുമോ? ഇനിയും ചോദിക്കട്ടെ, തീർന്നില്ല. ഇതിന്റെ വേറൊരു ഭാഗം കേൾക്കണോ നിങ്ങൾക്ക്? ഒരു സുജൂദേ ചെയ്യാവുന്ന നിസ്കാരത്തിൽ. അതൊന്ന് കേട്ടോളി. ഖുർആൻ അങ്ങനെയാണോ പറ്റുന്നത്? 163 കേട്ടോളി. സുജൂദ് ഓരോന്ന് മാത്രം. നമസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതുപോലെ തന്നെയാണ് റുക്കൂ ചെയ്യാനും ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഓരോ റകഅത്തിലും ഓരോ റുക്കൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ ഓരോ റകഅത്തിലും സുജൂദും ഓരോന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനുള്ളത്. അപ്പൊ മൗലവി എന്ത് വേണം? സെലഫി എന്ത് വേണം? ഖുർആനിലേക്ക് ക്ഷണിച്ചാ സമീനാവാത്തന നാളെ മുതൽക്ക് ഒറ്റ സുജൂദ് ചെയ്ത് ഷാർജയെന്ന് നിസ്കരിക്കണേ മൗലവി. ഖുർആനിലേക്ക് ക്ഷണിച്ചാ പോണോന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആര് ക്ഷണിച്ചാ പോണോന്നാ മൗലവി? യഹൂദികളെ ചാരന്മാരായ മൗലവിമാര് ക്ഷണിച്ചാ പോകണം എന്നാണോ? അങ്ങനെയാണോ ഖുർആനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മേന? ഇനിയും അതാ ഞാൻ വായിക്കട്ടെ, തീർന്നില്ല. ഇയാൾ മൗലവിമാരോട് പറയുന്നു ഞമ്മക്കൊന്ന് ഒറ്റക്കെട്ടാകണം. എന്താ സംഗതി കേട്ടോളി. രാത്രിയിൽ ഒരു കാലത്തും 11-ലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ലെന്ന് അബൂ ഹുറൈറ അല്ലാത്ത പല സഹാബിമാരും പറഞ്ഞു കൊടുത്തിട്ടും അതപ്പടി തള്ളിക്കളയുകയും ആ 11-നെ നേരെ ഇരട്ടിപ്പിച്ചുകൊണ്ട് 22 പിന്നെ 23 വർദ്ധിപ്പിച്ചപ്പോൾ അതിലാകെ തലകുത്തി വീഴുകയും ചെയ്തവരായിരുന്നു അബൂ ഹുറൈറ. മുആവിയ കാലക്കാരെന്നറിയുമ്പോൾ വിശേഷിച്ചും 11 റകഅത്ത് തറാവിഹി 23 വർദ്ധിപ്പിച്ചു. ആ 23 മാത്രം ലോകത്ത് നിലനിൽക്കുകയും ചെയ്തു. കാലം 1350 വർഷം പിന്നിട്ടിട്ടും അബൂ ഹുറൈറ നടപ്പിലാക്കിയ സുന്നത്തായ തറാവിഹി 23 റകഅത്തിൽ നിന്ന് നബിയുടെ മദീന പള്ളിയിലെങ്കിലും 11 റകഅത്താക്കി ചുരുക്കാൻ മക്ക മദീനയിലെ ഭരണാധികാരികൾക്ക് പോലും ഇക്കാലം വരെ കഴിഞ്ഞില്ലെന്ന് വരുമ്പോൾ ഫർള് നമസ്കാരത്തിൽ അബൂ ഹുറൈറ വർദ്ധിപ്പിച്ച യാതൊന്നും തന്നെ അവിടങ്ങളിൽ വെട്ടിച്ചുരുക്കാൻ നടപ്പിലാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമാവുകയില്ലെന്ന് നാം ശരിക്കും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ പറയാനും പ്രചരിപ്പിക്കാനും ഇപ്പോൾ സൗകര്യമുണ്ടായതിനാൽ ഇത്തരം രാജ്യങ്ങളിലെങ്കിലും ഇതെല്ലാം നടപ്പിലാക്കാൻ സമുദായ നേതാക്കൾ ശ്രമിച്ചാൽ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു മൗലവിമാരോട് മൂപ്പര് പറയാം. ഇനിയും കേട്ടോളി. തീരെ അടിസ്ഥാനമില്ലാത്ത 23 റകഅത്ത് തറാവിഹി 11 നടപ്പിലാക്കാൻ 13 നൂറ്റാണ്ട് വരെ
ഒറ്റ പ്രദേശക്കാർക്കും കഴിയാതിരിക്കെ ഈ 14-ാം നൂറ്റാണ്ടിൽ കേരളത്തിലും മറ്റും നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്ക് അതിന് കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അതിനാൽ ഖുർആനിനെതിരായി നിലനിന്നു പോന്ന 1300 കൊല്ലത്തിന്റെ പഴക്കത്തെ അണുവോളം ഭയപ്പെടാതെ അബൂ ഹുറൈറയുടെ ജൂതമതം തകർക്കാൻ വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുക. 1300 കൊല്ലം ഇവിടെ നടന്നത് തകർക്കാൻ എല്ലാ മൗലവിമാരും ഒറ്റക്കെട്ടായി അണിനിരക്കാൻ. ഇത് വായിച്ചതാ നമ്മൾ ഹുസൈൻ സലഫി. ഒറ്റക്കെട്ടായാണ്. ഇതുവരെയുള്ള പാരമ്പര്യം തകർത്തിട്ട് പുതിയ മതം സ്ഥാപിക്കാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? തീർന്നില്ല. എല്ലാ മുജാഹിദീങ്ങളും മുശ്രിക്കീങ്ങളാണ് പോൽ. ഖുർആൻ തെളിവാണ് പോൽ. എന്താ കാരണം? അതല്ലേ നല്ല രസമുള്ളത്. 92, 93 വായിക്കാ. നമ്മളെ ആയത്തോതിയിട്ട് മുശ്രിക്കാക്കിയില്ലേ മുജാഹിദ്? എന്നാ മുജാഹിദിനെ മുശ്രിക്കാക്കുന്നു ചെങ്കീരി. കീരി വരുമ്പോ ചെങ്കീരി ഇല്ലേ? ചെങ്കീരി എന്താ പറയുന്നത് കേട്ടോളി. ആയത്തോതിയിട്ടാ വന്ന ആയത്തോതിയാ സ്വീകരിക്കണ്ടേ മൗലവി? സ്വീകരിക്കണ്ടേ? സ്വീകരിക്കും മൗലവി, ഒന്ന് സ്വീകരിക്ക്. ഞങ്ങൾക്ക് അതല്ലേ കാണേണ്ടത് നിങ്ങൾ സ്വീകരിക്കല്. ആയത്തോതിയാ സ്വീകരിക്കണോ നിങ്ങൾ പറഞ്ഞത്? ഏത് യഹൂദി വന്ന ആയത്തോതിയാൽ സ്വീകരിക്കണോ അല്ലേ? കേട്ടോ, നബിയോട് അസഭ്യം പറയുന്നു മുസ്ലിമീങ്ങളെ. നബീനെ ചീത്ത അറിയാണ്. എന്താ കാരണം കേട്ടോളി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന വാചകത്തിന് ബഹുമാനപ്പെട്ട നബിയെ അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന അർത്ഥമാണ് മുസ്ലിങ്ങളാകുന്ന നമ്മൾ ഉദ്ദേശിക്കാറുള്ളതെങ്കിലും അസ്സലാം എന്ന പദത്തിലല്ല എന്ന അക്ഷരം മുനാഫിക്കുകൾ ലോപിക്കുന്നതോടെ പ്രസ്തുത വാചകത്തിന് അവർ ഉദ്ദേശിക്കാറുള്ളത് എടാ കള്ള നബി നിനക്ക് നാശം വരട്ടെ എന്ന് മാത്രമാണ്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതിന്റെ അർത്ഥം കള്ള നബി നിനക്ക് നാശം വരട്ടെ എന്നാണ്. ആര്? ചേകനൂർ അർത്ഥം വെക്കാൻ. എന്നിട്ട് ചേകനൂർ പറയാണ് മുസ്ലിങ്ങളുടെ സകല നമസ്കാരത്തിലും അബൂ ഹുറൈറ ശിർക്കിന്റെ ബീജം കുത്തിവെച്ചു. എന്നിട്ട് മുജാഹിദീങ്ങളെ വിളിക്കാൻ. മുജാഹിദീങ്ങൾ ഇവിടെ സലഫി എന്താ പ്രസംഗിച്ചത്? തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങൾ. എല്ലാ സ്ഥലത്തും ഇപ്പൊ തൗഹീദിന്റെ ആളുണ്ട് എന്നാണ്. ആ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന കക്ഷികൾക്ക് ചേകനൂരിന്റെ ഉപദേശം കേട്ടോ. തൗഹീദ് പ്രചരണക്കാർ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ജൂദായിസം എല്ലാ പള്ളികളും അള്ളാഹുവിനുള്ളതാണെന്നും അതിനാൽ അവിടെ വെച്ച് നടത്തപ്പെടുന്ന നമസ്കാരങ്ങളിൽ വിശേഷിച്ചും അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും വിശുദ്ധ ഖുർആൻ 72:18 പ്രത്യേകം പ്രസ്താവിച്ചതാണ്. അപ്പൊ എന്താണ് മൗലവിമാർ ഓതുന്നത്? അതേ ആയത്ത് തന്നെ. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സർവ്വ മൗലവിമാരും ഓതുന്ന ആയത്ത് ചേകനൂർ ഓതുകയാണ്. ചേകനൂർ പറയാണ് അതേ പ്രകാരം മരിച്ചുപോയ മഹാത്മാക്കൾ ആരും തന്നെ അവരെ വിളിക്കുന്നതൊന്നും കേൾക്കുകയില്ലെന്നും 10-ൽ പരം സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചു വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും മരിച്ചുപോയ മഹാത്മാവായ നമ്മുടെ നബിയെ ലോകത്തെവിടെ നിന്ന് വിളിച്ച് സലാം ചൊല്ലിയിരുന്നാലും അതെല്ലാം നബി കേൾക്കുമെന്നും അതിനാൽ സലാം ചൊല്ലപ്പെടുന്ന ആളുടെ പേരെടുത്ത് വിളിച്ച് സലാം ചൊല്ലൽ സാധാരണ പതിവില്ലെങ്കിലും ഖുർആനിന്റെ വിലക്കിന് കടകവിരുദ്ധമായി എല്ലാ നമസ്കാരത്തിലും നബിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്നെ സലാം ചൊല്ലുകയാണ് വേണ്ടതെന്നും അബൂ ഹുറൈറ പഠിപ്പിക്കുമ്പോൾ ഇസ്തിഗാസ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ശിർക്കൻ സമ്പ്രദായം മുസ്ലിങ്ങളിൽ വേരുറപ്പിക്കാൻ കളമൊരുക്കുകയല്ലേ ജൂതനായ അബൂ ഹുറൈറ ചെയ്യുന്നത്? അറിവില്ലാത്ത മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇസ്തിഗാസ എന്ന ശിർക്കാചാരം നൂറ്റാണ്ടുകളായി നിലനിർത്തി പോരേണ്ടതിന് ഏറ്റവും വലിയൊരു പ്രമാണമായി മതപുരോഹിതന്മാര് പൊക്കി നടക്കാറുള്ളതും അബൂ ഹുറൈറ പടച്ചുവിട്ട മേൽപ്പറഞ്ഞ ശിർക്കൻ വിളി മാത്രമായിരുന്നില്ലേ? ആ ശിർക്കൻ വാദക്കാരെ നേരിടാൻ വേണ്ടി നീണ്ട 60 വർഷക്കാലം തപസ്സിരുന്ന് ചിന്തിച്ചിട്ടും സംഘം ചേർന്ന് പഠനം നടത്തിയിട്ടും തങ്ങളുടെ ഏറ്റവും മുന്തിയ നിത്യാരാധനയിൽ പോലും അബൂ ഹുറൈറ കടത്തിക്കൂട്ടിയ പ്രസ്തുത ശിർക്കിന്റെ ബീജം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ തൗഹീദ് പ്രചാരകന്മാരിൽപ്പെട്ട ഒറ്റ പണ്ഡിതനും ഇന്നേ വരെ കഴിഞ്ഞില്ലെന്ന് വരുമ്പോൾ അബൂ ഹുറൈറയുടെ വാറോലകൾ കൊണ്ട് മാറോല പിടിച്ച ഹൃദയങ്ങൾ മാത്രമാണ് അവർക്കുള്ളതെന്നല്ലാതെ
മറ്റെന്താണ് നാം പറയുക? മുജാഹിദിന്റെ മൗലവിമാരെ കൊണ്ട് പറയാണ്, ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെ കൊണ്ട് പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് നടക്കുകയല്ലേ മൗലവിമാര്? ഇത് പറയുകയാണ്, ഓ സലഫിയേ, ഖുർആനിലെ ആയത്തല്ലേ തെളിവുദ്ധരിച്ചത് ചേകനൂര്. നിങ്ങൾ പറഞ്ഞില്ലേ ഇദാദൂ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സമീനാ വഅതഅനാ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ. ചേകനൂര് നിങ്ങളെ വിളിച്ചില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ച് പറഞ്ഞില്ലേ? 72:18 പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? സലഫീ, നിങ്ങളും അനുയായികളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് നിർത്താത്തതെന്താണ്? ഖുർആനിലേക്ക് വിളിച്ചാ പോകണോന്നല്ലേ നിങ്ങളെ പ്രസംഗം? അതേ, എന്തേ ചേകനൂരിന്റെ കൂടെ പോകാത്തത്? മുസ്ലിം സമുദായത്തോട് ഇതിന് നിങ്ങൾ മറുപടി പറയണം. നാദാപുരത്ത് വന്ന് ടിക്കറ്റും എടുത്ത് വന്നിട്ട് നന്നായിട്ട് അതാ താമും അക്കിലീറ്റ് പോയാ പോരാ. എന്താണ് ഞാൻ പറഞ്ഞ ആശയമെന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം.